Good morning, everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 19th October 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ഇന്ന്. അപ്പോൾ നമ്മുടെ സ്ഥിരം ടൈമാണ് രാവിലെ 8:30 മുതൽ 9:30 വരെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ചില സമയത്ത് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ആയിപ്പോവും, ഡിസ്കഷൻ കൂടിപ്പോയാൽ. അപ്പോൾ നമ്മൾ ഇന്ന് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് നോക്കാം, വൊക്കാബുലറി പഠിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ഹിയർ വി ഗോ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ നമ്മുടെ കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബി അലേർട്ട് ഓഫ് യുവർ തോട്ട്സ്, ചെക്ക് വിൽ ദേ എൻഹാൻസ് ഓർ പൊല്യൂട്ട് യുവർ പ്യൂരിറ്റി. നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ തോട്ട്സ്. നമ്മുടെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ചില സമയത്ത് നമ്മളെ വല്ലാണ്ടല്ലേ നെഗറ്റീവായിട്ട് ബാധിക്കാം, പോസിറ്റീവായിട്ട് ബാധിക്കാം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫിൽ. കാര്യം നമ്മുടെ ചില സമയത്ത് നമ്മുടെ തിങ്കിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമ്മളെ ചിലപ്പോൾ എൻഹാൻസ് ചെയ്യും, നമ്മളെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ വളരെ ഡിഗ്രേഡ് ചെയ്ത് കളയും, പൊല്യൂട്ട് ചെയ്ത് കളയും. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, ചെക്ക് യുവർ തോട്ട്സ് കേട്ടോ. നമ്മുടെ തോട്ട്സ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. കാര്യം ക്യാച്ചിങ് ഈസ് ദ വെരി കീ ഓഫ് ഫോർ ചേഞ്ചിങ്. നമ്മൾ ആ തോട്ട്സിനെ നല്ല രീതിയിലാണെങ്കിൽ അതിനെ കീപ്പ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ ചീത്ത തോട്ട്സൊക്കെ ആണെങ്കിൽ അതിനെ അപ്പം തന്നെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, നെഗറ്റീവ് അടിച്ചാൽ പോയി. സോ റിമെമ്പർ ദാറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന Attendant മലയാളം ചാനൽ നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്. നമുക്കൊരു ആപ്പ് ഉണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആൻഡ് സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആർ യു പ്രിപ്പയറിങ് ഫോർ വാട്ട് എക്സാം യു ആർ പ്രിപ്പയറിങ് ഫോർ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം സ്റ്റേറ്റ് എക്സാംസ്, അവിടെ കേരള എക്സാംസ് കൊടുക്കുക, കേരള സ്റ്റേറ്റ് എക്സാംസ് കേട്ടോ. അതിൽ നമുക്ക് ക്ലാസ്സുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും മോക്ക് ടെസ്റ്റുകളും സബ്ജക്റ്റ് വൈസ് ആയിട്ടും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ എക്സാം വൈസ് ആയിട്ട് കിട്ടും, നോട്ടിഫിക്കേഷൻസ് കിട്ടും, ജോബ് അലേർട്ട്സ് കിട്ടും. അതുപോലെ മാഗസീൻസ്, PSCയുടെ ഒക്കെ, PSCയുടെ അല്ല കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ കിട്ടും. അങ്ങനെ നോട്ട്സ് ഒക്കെ കിട്ടുന്നതൊക്കെ അവൈലബിൾ ആക്കി എടുക്കാം, ബിക്കോസ് ഇത് ഫ്രീ കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. Attendant മലയാളം ചാനൽ SSCക്ക് പഠിക്കുവാണെങ്കിലും ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ നമ്മുടെ കേരള PSC എക്സാംസ്, KS എക്സാം, കോർട്ട് എക്സാംസ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും കേട്ടോ. വെൽക്കം എവ്രി വൺ. അപ്പോൾ നമുക്ക് നമ്മളെ എഡിറ്റോറിയൽ നിന്ന് നോക്കാം കേട്ടോ. ഇന്ന് മാറിപ്പോയി, 18 അല്ല 19. ഇന്നത്തെ 19-ാം തീയതിയിൽ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആൻഡ് അതുപോലെ തന്നെ വൊക്കാബുലറി നോക്കാം. ഒബ്വിയസ്ലി ഈ സെഷൻ നമുക്ക് എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്, എല്ലാ കോമ്പറ്റീവ് എക്സാമിനും. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. വൊക്കാബുലറി കൂട്ടണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ സെഷനാണ്. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം. നമുക്ക് ആർട്ടിക്കിൾസ് ആദ്യം ആർട്ടിക്കിളിന് മുമ്പ് നമുക്ക് വൊക്കാബുലറി, വേർഡ്സ്, സിനോണിംസ്, എന്താണ് വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നോക്കാം. എന്നിട്ട് നമ്മുടെ സിനോണിംസ്, ആൻറ്റണിംസ്, അതുപോലെ കൺഫ്യൂസിങ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് ആർട്ടിക്കിൾ ഓഫ് ദ ഡേ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ, ഹോംവർക്ക് ആൻഡ് ഇന്നത്തെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ലെറ്റ്സ് മൂവ്. നമുക്ക് നമ്മുടെ ജനറൽ അവയർനെസ് കൂട്ടണം, റീഡിംഗ് എബിലിറ്റി കൂട്ടണം, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂട്ടണം. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സെഷനാണ് കേട്ടോ, ഓൾ ഇൻ വൺ. ഓക്കെ, ഗുഡ് മോർണിംഗ് പീപ്പിൾ. മഹാപാക്ക് എടുത്താൽ കിട്ടും ആനന്ദേ കിട്ടും. ഉണ്ട് ഇനി ആനന്ദ, നമ്മളിനി വരാൻ പോകുന്ന ഒരു വർഷം ഏതൊക്കെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും അതൊക്കെ മഹാപാക്കിൽ കിട്ടും കേട്ടോ. മഹാപാക്കിൻ്റെ പ്രൈസ് 5,000 റേഞ്ചിനുള്ളിലാണ്, 5,000 റേഞ്ചിനുള്ളിൽ കേട്ടോ. യെസ്, ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. യെസ്, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നോക്കാം. ഇന്ന് 2 ആർട്ടിക്കിളാട്ടോ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ഇലക്ഷൻ വേണ്ടിയിട്ട്, ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനിങ് ഒക്കെ നടക്കുവാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. BJP അതുപോലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങളെപ്പറ്റി പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആർട്ടിക്കിളാണ്. നമ്മൾ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആർട്ടിക്കിൾ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാറില്ല, അതുകൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ നമ്മുടെ ഇതാണ്, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവർണർ കുറച്ച് പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഗവർണറോട് കട്ടക്കലിപ്പിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാം വളരെ കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ മിനിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ അതിനെ പറ്റിയൊരു ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ അബൌട്ട് നമ്മുടെ മിനിസ്റ്റേഴ്സിന് അതുപോലെ ഗവർണറിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, നമുക്ക് പോകാം. ആദ്യം വൊക്കാബുലറി, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സിലോട്ടൊക്കെ പോകും. എന്നിട്ട് നമുക്ക് ആർട്ടിക്കിളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ് പീപ്പിൾ, ലെറ്റ് സ്റ്റാർട്ട്.
ഇൻ ലൈൻ വിത്ത്. എന്താണ് ഇൻ ലൈൻ വിത്ത് എന്ന എന്താണ് ഇഡിയത്തിൻ്റെ മീനിങ്? ഇറ്റ്സ് എൻ ഇഡിയം അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫ്രേസ് എന്ന് നിങ്ങൾക്ക് പറയാം. മീനിങ് ഇതാണ്, ഇൻ ലൈൻ വിത്ത് സംതിങ് ഓർ ഇൻ ലൈൻ വിത്ത് സംബഡി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഐക്യത്തിൽ അങ്ങ് പോകണം. ഇൻ അക്കോർഡൻസ് വിത്ത്, അതിൻ്റെ കൂടെ അങ്ങ് പോകണം അല്ലേ, അതിനാണ് അർത്ഥം. ഇൻ ലൈൻ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ അലൈൻമെൻറ്റ് വിത്ത് സംതിങ് എന്നാണ്. കൂടെ അങ്ങ് പോവാണ് അല്ലേ, എതിരഭിപ്രായമൊന്നുമില്ലാതെ അതിനോട് ചേർന്ന് അങ്ങ് പോകുന്നു എന്നാണ് ഇൻ ലൈൻ വിത്ത് അല്ലേ. അടുത്ത ടു ദ ഫോർ. ടു ദ ഫോർ, ടു ദ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇമ്പോർട്ടൻറ്റ് ഓർ പോപ്പുലർ. ഇമ്പോർട്ടൻ്റ് ആയി മാറുക ഓർ പോപ്പുലർ ആവുകയാണെങ്കിൽ ടു ദ ഫോർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താണ് ഹി കെയിം ടു ദ ഫോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആണ് എന്നൊരു അർത്ഥമാണ്. ഹി കെയിം ടു ദ ഫോർ എന്ന് പറഞ്ഞാൽ ഹീസ് പോപ്പുലർ, ഇപ്പോൾ ഈയിടെയായിട്ട് ഹീസ് പോപ്പുലർ എന്നൊരർത്ഥത്തിലാണ്. ടു ദ ഫോർ മറക്കണ്ട, ബി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ പോപ്പുലർ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ടു ദ ഫോർ എന്ന് പറയാം. അടുത്തത് നിങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദിൻ്റെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാം ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്നൊരു യൂസേജ്. നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ക്രൗൺ ഹാസ് ദ പവർ ടു ടെർമിനേറ്റ് ദി സിവിൽ സർവൻസ് അറ്റ് എനി ടൈം. അപ്പോൾ ഇവിടെ നമ്മുടെ ആരിഫ് മുഹമ്മദ് പറഞ്ഞു എനിക്ക് ഇതിനുള്ള കഴിവുണ്ട്, മിനിസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരാമർശം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോയൽ ആയിട്ടിരിക്കുന്ന അതോറിറ്റി മൊണാർക്കിക്ക്, അതായത് കിങ്ങിന് അല്ലെങ്കിൽ ക്വീനിന് സിവിൽ സർവൻസിനെ ഏത് സമയത്തും വേണം ടെർമിനേറ്റ് ചെയ്യാനുള്ള പവർ. അപ്പോൾ ഇവിടെ അതുപോലെ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിൽ, ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ നമ്മളൊരു ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് യൂസ് ചെയ്തിട്ട് ഗവർണർ ഹാസ് എ പവർ ടു അപ്പോയിൻറ്റ് നമ്മുടെ മിനിസ്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ അതുപോലെ അവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ട് എനിക്ക് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു പരാമർശം. സോ ദാറ്റ്സ് ഇറ്റ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, ഓർത്താൽ മതി. അടുത്തത് യൂഫമിസം. എന്താണ് യൂഫമിസം? യൂഫമിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ നമ്മൾ വളരെ ഡിപ്രസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യം വരുത്തുന്ന രീതിയിലുള്ള ഒഫൻസീവ് ആയിട്ടുള്ള വാക്കുകൾക്ക് പകരം മറ്റൊരു സിമ്പിൾ വാക്ക് ഇട്ട് കൊടുക്കും. കുറച്ചുകൂടെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു വാക്ക് നമ്മൾ ഇട്ട് കൊടുക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഹീസ് ഡെഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കും ഹി പാസ്ഡ് അവേ. അയാൾ മരിച്ചു എന്ന് പറയുന്നത്, ചത്തു മരിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ പറയും കുറച്ചുകൂടെ ലൈറ്റ് അയക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഫീലിങ്സ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പാസ് അവേ എന്ന് പറയും. അതുപോലെ ഓൾഡ് പീപ്പിൾ എന്നൊന്നും നമ്മൾ പറയില്ല, അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? സീനിയർ സിറ്റിസൺ. കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുകയാണ്. സോ ഒഫൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷന് പകരം ഒരു റിപ്ലേസ്മെൻറ്റ്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് യൂഫമിസം എന്ന് പറയുക. സോ ഇതാണ് യൂഫമിസം എന്ന് പറയുക. അപ്പോൾ നമ്മൾ പറയില്ലേ എന്താണ് ചില വാക്കുകൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് മറ്റുള്ളവരെ കുറച്ചുകൂടെ ഒരു ഡിസ്റ്റർബിങ് ആക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ, പദത്തിൻ്റെ ഉപയോഗം, അതിനെയാണ് യൂഫമിസം എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്, ഓർത്തോണം. ഇംഗ്ലീഷിൽ അത് ഒരുപാടുണ്ട് കേട്ടോ. അടുത്ത ഹാപ്പ് ഓൺ. എന്താണ് ഹാപ്പ് ഓൺ? ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞു അത് പറഞ്ഞിട്ട്. ഹാപ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളൂ ടോക്ക് അബൌട്ട് സംതിങ് കോൺസ്റ്റൻ്റ്ലി, കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻ ആൻ അനോയിങ് മാനർ, കേട്ട് നമുക്ക് അങ്ങ് വെറുപ്പിച്ച് നമ്മളെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റി എങ്കിൽ യു ക്യാൻ സേ ഹാപ്പ് ഓൺ സംതിങ് എന്ന് പറയാം. ഹാപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ ടോക്ക് അബൌട്ട് സംതിങ്, ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ അനോയിങ് ആയിട്ടുള്ള മാനറിലാണെങ്കിൽ നമുക്ക് പറയാം ഹാർപ്പ് ഓൺ. ഓർത്ത് വെച്ചോളാം, ദാറ്റ് ഈസ് ഹാർപ്പ് ഓൺ. ഓർത്തോണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഗവർണർ ഷുഡ് ആക്ട് ഇൻ ലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ് അഭിലാഷ്, യെസ്, ഗ്രേറ്റ്. യെസ് സർക്കാസത്തിൻ്റെ ഓപ്പോസിറ്റ് പറയാം. യെസ്, സർക്കാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ ആക്ഷേപിക്കുവാണല്ലോ. ആക്ഷേപത്തിന് പകരം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊടുക്കുകയാണല്ലേ, അതിനെയാണ് പറയുന്നത്. യെസ്, നൗഡേയ്സ് ഡിജിറ്റൽ മണി ഇൻഫ്ലുവൻസ് ആറല്ല. Nowadays digital money influence are to അല്ല ഇങ്ങനെ കൊടുക്കാം. Nowadays digital money influence comes to the fore, especially after PM Narendra Modi's effort to bring up digital money units in 75 different districts among Indian nation. ഡിസ്ട്രിക്റ്റ് അമംഗ് വേണ്ട, 7 districts ഓഫ് ഇന്ത്യൻ നേഷൻ കേട്ടോ, അമംഗ് അല്ല, ഓഫ് ഇന്ത്യൻ നേഷൻ കേട്ടോ. അത് ശരിയാ. കോളിംഗ് ഹരിയൻ ചിപ്പി ദ മാവേലി ഇസ് യൂഫമിസം. ദ മാവേലി വേണ്ട, വെറും മാവേലി മതി കേട്ടോ. ഹി വോണ്ട്സ് ടു ബിക്കം ടു ദ ഫോർ
ഇല്ല. ബിക്കംസ് ടു ദ ഫോർ എന്ന് പറയില്ല, ടു ദ ഫോർ എന്നേ പറയാം. അപ്പോൾ ടു ദ ഫോർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കം ടു ദ ഫോർ, ഗെറ്റ് ടു ദ ഫോർ, ഗോ ടു ദ ഫോർ എന്നൊക്കെ പറഞ്ഞു. ഒന്നും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പറയാം. അപ്പോൾ കം ടു ദ ഫോർ, ഗെറ്റ് ടു ദ ഫോർ ഒക്കെ പറയാം, ദാറ്റ്സ് യൂസേജ് കേട്ടോ. ബിക്കം ടു ദ ഫോർ പറയില്ല. കാരണം ബിക്കമിന് ശേഷം ഒരിക്കലും ടു കൊടുക്കില്ല, ബിക്കം കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരണ്ടേ. ഓൾ റൈറ്റ്. ജോമി, ഗുഡ് മോർണിംഗ്. Many women are living in line with others' choice in our society. They should think themselves about their petty life and move on from that. Okay, their spelling നോക്കിക്കേ, ഈ their adverb there ആണ്. നമുക്ക് വേണ്ടത് മറ്റേ അവരുടെ ലൈഫ് അല്ലേ. അപ്പോൾ THEIR there, possessive adjective കൊടുക്കണം കേട്ടോ അനുപേ. In line with Article 54 of Constitution, Governor executes doctrine of pleasure in the ministry. Yes. Governor harps on the government almost every day. Yes. Great. Yes. Good morning, Vinu. Danya, good morning. Akshay Kumar, harp on. Harp on allanade. Akshay Kumar singular alle. Appo verb singular kodukku. Akshay Kumar harps on harpic, especially when I watch TV while eating. Adivali. Adenikku ishtapettu. Edakkedakku avan vannittu povunnalle. Pand Abbas ആയിരുന്നു. മാവേലി കോമൺ നൗൺ ആണോ പ്രോപ്പർ നൗൺ ആണോ മിസ്സേ? മാവേലി ഒരു പേരല്ലേ, പ്രോപ്പർ നൗൺ ആണ്. യെസ്. പക്ഷേ പ്രോപ്പർ നൗണുകളെ നമുക്ക് കോമൺ നൗണായിട്ട് വിളിക്കാം, ഉപയോഗിക്കാം. ആ ഒരു യൂസേജ് ഉണ്ട് കേട്ടോ. അക്ഷയ്, ഗുഡ് മോർണിംഗ്. യാ, ഡോക്ടർ ഓഫ് പ്ലഷർ വെച്ചൊരു സെൻറ്റൻസ്, ഡോക്ടർ ഓഫ് പ്ലഷർ വെച്ചൊരു സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺസെപ്റ്റ് ആണ്. അത് വെച്ചൊരു സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ ആവശ്യമില്ല, ഇറ്റ്സ് എ കോൺസെപ്റ്റ് കേട്ടോ. ഇങ്ങനെ പറയാം, ഗവർണർ ക്യാൻ സീക്ക് ഡോക്ടർ ഓഫ് പ്ലഷർ അക്കോർഡിംഗ് ടു ദ അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 54 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ മനസ്സിലായോ? അങ്ങനെ പറയാം. ഡോക്ടർ ഓഫ് പ്ലഷർ ഒന്നുകൂടെ പറയണോ? ഡോക്ടർ ഓഫ് പ്ലഷർ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിനെപ്പറ്റി ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കിട്ടും. ശരിക്കും ഡോക്ടർ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് വന്നത് നമ്മുടെ ബ്രിട്ടീഷ് ലോ അവിടെ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത് വരുന്നതാണ്. ഇത്രേ ഉള്ളൂ. ക്രൗണിന്, അവിടുത്തെ നമ്മുടെ മൊണാർക്കിക്ക് പവറുണ്ട്, സിവിൽ സർവൻസിനെ ഏത് സമയത്ത് വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാം, അവരെ പുറത്താക്കാം എന്നൊരു കഴിവുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 54 നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഡോക്ടർ ഓഫ് പ്ലഷർ എങ്ങനെ എക്സസൈസ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. Okay. Hopping on her visit to Gujarat did not let me listen to class. Hopping on a visit to Gujarat did not let me. Okay. Listen to that. Did not let me listen. Parayam, correct. Nowadays, menstrual cups are to the fore in India. Yes, yes. എല്ലായിടത്തും അല്ലേ? അപ്പോൾ ദ മാവേലി എന്ന് പറഞ്ഞു ഇവിടെ മിസ്സേ? ഇല്ലില്ല. ദ മാവേലി എന്ന് നീ പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. ദ മാവേലി രണ്ടുപേരായിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കാം, ഹരി ഇസ് ദ മാവേലി ഓഫ് എ ക്ലാസ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഹരി ആൻഡ് ചിപ്പി ആർ ദ മാവേലീസ് ഓഫ് എ ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അത് കോമൺ നൗണിലോട്ട് വരും. ദാറ്റ്സ് റൈറ്റ്. കേരളൈറ്റ്സ് ഹാവ് ബീൻ ഹാപ്പിംഗ് ഓൺ പിണറായി വിജയൻസ് യൂറോപ്പ് ട്രിപ്പ് സിൻസ് ഹി ലെഫ്റ്റ് കേരള. Yeah, yes, they are. Kids always harp on their instant things. Things ആണോ അഞ്ജു? തിങ്കിങ്സ് ഇല്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ KH അല്ലേ, acts in line with central government and tries to കേട്ടോ, acts in line with central government and tries to misuse doctrine of pleasure and harps on. അപ്പം സബ്ജക്റ്റ് ഇവിടെ എല്ലായിടത്തും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് വെർബും സിംഗുലർ കൊടുക്കണേ സുമ. In line with the procedure mentioned in the policies, the local self-government must consider the needs of farmers. Great. Amala, good morning. Shiny, good morning. We cannot talk with euphemistic words to some heinous people. Yes. അല്ലേ, അവരോട് നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്നല്ല അഭിലാഷേ? കൊള്ളാം. Fahad Fasil came to the fore in Telugu after പുഷ്പ. യെസ് മാം. ആർ ടു ദ ഫോർ എന്ന് പറയുന്നതിൽ തെറ്റാണോ? ഹീസ് ടു ദ ഫോർ ഇല്ല. ആർ ടു ദ ഫോർ പറയുന്നതിന് കുഴപ്പമില്ല. പ്ലൂറലിലൂടെ ആർ ടു ദ ഫോർ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ യൂസേജ് സ്ട്രക്ചർ ശരിയായാൽ മതി. പ്ലൂറലിലൂടെയാണ് ആർ ടു ദ ഫോർ. ബി ടു ദ ഫോർ പറയാം. ബി ടു ദ ഫോർ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. Gopalakrishnan harps on Veena about the train charge of ₹1,450 that he paid for her. Yes, വെട്ടമാണല്ലേ. രാജൻ ഈസ് ദി സച്ചിൻ തെണ്ടുൽക്കർ ഓഫ് എ ക്ലാസ് എന്ന് ഉള്ളത് കറക്റ്റ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഇസ് എ കോൺസെപ്റ്റ് മെൻഷൻ ഇൻ ആർട്ടിക്കിൾ 311 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓ, അവിടെയാണോ? അത് നിങ്ങൾ നോക്കണം. അതിനെപ്പറ്റി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എനിക്ക് വലിയ പിടിയില്ല, ഈ ആർട്ടിക്കിൾസിനെ പറ്റിയൊക്കെ.
He harps on every time, so I refrain from him. That's great people, that's great. Moving on, നമുക്ക് എന്ത് ചെയ്യാം, നേരെ പോയി നമ്മുടെ വൊക്കാബുലറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്ക് എല്ലാം ഉണ്ട്, മഹാപാക്കിനും നമ്മുടെ കോഴ്സുകൾക്കും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം ഫോർ ദ ഡിസ്കൗണ്ട് Y314 Y314 കോഡ് ഉപയോഗിക്കാം. നമ്മുടെ SSC CGL ഇന്ന് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുകയാണ്. ഇന്ന് നിങ്ങൾക്ക് അറിയാം എത്ര പേര് SSC CGL അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചൂടൊക്കെ കയറും അല്ലെ, വേഗം പഠിച്ചേക്കാം എന്നൊക്കെ ചൂടൊക്കെ കയറും. പഠിക്കാത്തവർ പഠിച്ചോണം, കാരണം ഇന്ന് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈവനിങ് സെഷനിൽ നിങ്ങൾക്കറിയാം 9:30 എന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ മാത്സിൻ്റെ ക്ലാസ്സുമായിട്ട് ഗ്രീഷ്മ മിസ് വരും. 10:15 എന്നൊരു ടൈം ഉണ്ടെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ റീമ മിസ് ആണെങ്കിലും വരും. ഞങ്ങൾ ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻസ് തരും SSCക്ക് വേണ്ടിയിട്ട്. പഠിക്കുന്ന കോൺസെപ്റ്റിൻ്റെ കൂടെ പ്രാക്ടീസ് സെഷൻസ് കൂടെ രാത്രി ചെയ്തു വിടാം. 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ കിരൺ സാറോ അല്ലെങ്കിൽ GKയുടെ ആരെങ്കിലും ഫാക്കൽറ്റീസ് വരും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റെഗുലർ ബേസിസിൽ നമ്മുടെ SSC പഠനം നടക്കാം കേട്ടോ. അപ്പോൾ SSCയുടെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം November 2nd. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യുന്നില്ല. നമ്മളൊരു 50 days സ്റ്റഡി പ്ലാൻ ഒക്കെ പറഞ്ഞു തന്നു. ആ ഒരു ലെവലിൽ നിങ്ങൾ പോയാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇത്തവണയുണ്ട്. ഇത്തവണ അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ക്രാക്ക് ചെയ്യുക അത് ഓർത്തോണം. 2240 രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക, വെച്ച് താമസിപ്പിക്കേണ്ട. നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം, പ്രാക്ടീസ് നടത്തി മുന്നോട്ട് പോകാം. ഓക്കെ, അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ്റെ 2nd ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് FCIയുടെ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 1952 രൂപയാണുള്ളത് കേട്ടോ. പഠനം എവിടെ എത്തി ഇല്ല, ഇനി എന്തെങ്കിലും പഠിക്കണമെന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യുക എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. October 28 നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ വേർഡ്സിൽ ആദ്യത്തെ വേർഡ് പിടിച്ചു വെച്ചാൽ ഇൻഫോർമൽ യൂസേജ്. സാക്ക് ചെയ്ത, ഐ വാസ് സാക്ഡ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഐ വാസ് ഫയർഡ്. ഓ, എന്നെ പുറത്താക്കിയിട അവർ. സാക്ക് എന്ന വാക്കിന് നമ്മുടെ സഞ്ചി അല്ലേ, സഞ്ചി എന്നൊരർത്ഥമുണ്ട് സാക്ക്. അപ്പോൾ എന്താ പറയുക, ചാക്ക്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ചാക്ക് അല്ലെ, ബാഗ് അല്ലെങ്കിൽ പാക്ക്, പൗച്ച് എന്നൊക്കെ അർത്ഥം. നൗണായിട്ട്. വേർബായിട്ട് സാക്ക് എന്ന് പറയുമ്പോൾ ഡിസ്മിസ് ചെയ്യുക, ത്രോ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫയർ ചെയ്യുക എന്നർത്ഥമാണ്. ഇൻഫോർമൽ യൂസേജ് ആണ് സാക്ക്. ഐ വാസ് സാക്ഡ് അല്ലെങ്കിൽ ഹി സാക്ഡ് ഹിം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അവനെ ഡിസ്മിസ് ചെയ്തു, അവനെ ഫയർ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത ഇൻകംബൻറ്റ്. എന്നാണ് ഇൻകംബൻറ്റ് എന്ന വാക്കിനർത്ഥം? ഇൻകംബൻറ്റ് ഒരു നൗണും ഉണ്ട്, അഡ്ജക്റ്റീവും ഉണ്ട്. ഇൻകംബൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ബെയറർ എന്നൊക്കെ പറയില്ല നമ്മൾ, ഓഫീസ് ഹോൾഡർ, ഈ ഓഫീസിൽ ഇരിക്കുന്ന, ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആൾ അല്ലെ, ആ ഒക്യുപ്പൻറ്റ് എന്നൊരർത്ഥമാണ് ഇൻകംബൻറ്റ് എന്ന നൗണിൻ്റെ. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അർത്ഥങ്ങൾ പലതാണ്. ബൈൻഡിങ് അല്ലെങ്കിൽ മാൻഡേറ്ററി എന്ന് പറയാം, കറണ്ട്, എക്സിസ്റ്റിംഗ്, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള അവസ്ഥ അല്ലെ, ഇൻകംബൻറ്റ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് മിനിസ്ട്രി എന്നൊരർത്ഥത്തിലാണ്. അതല്ലാതെ ബൈൻഡിങ് അല്ലെങ്കിൽ മാൻഡേറ്ററി എന്നൊക്കെ അർത്ഥം ഇതിനുണ്ട്. ഒബ്ലിഗേറ്ററി എന്നൊരർത്ഥമുണ്ട്. നമ്മുടെ ഒബ്ലിഗേറ്ററി അവിടെ എഴുതാം. ഇൻകംബൻറ്റ്. അടുത്ത റിലക്റ്റൻസ് ആണ്. റിലക്റ്റൻസ് നൗണാണ്. ANC വാക്കുകളൊക്കെ നൗണാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റിലക്റ്റൻസ് നൗണാണ്. അപ്പോൾ അതിൻ്റെ വേർബല്ല, അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. റിലക്റ്റൻറ്റ്, ഹീസ് റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്. അവന് അത് ചെയ്യാൻ മടിയാണെന്ന് പറയില്ലേ, അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് റിലക്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ഈസ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്നെസ്, ഡിസിൻക്ലിനേഷൻ, ഹെസിറ്റേഷൻ എന്നൊക്കെ പറയാം റിലക്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഹെസിറ്റൻറ്റ്, ഡിസ്ഇൻക്ലൈൻഡ്, അൺവില്ലിങ് എന്നൊക്കെയാണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ റിലക്റ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വരിക. ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്തത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അസെൻറ്റ് എന്ന വാക്ക് നമ്മൾ എക്സ്ട്രാ എഴുതിയായിരുന്നു, കണ്ടായിരുന്നായിരിക്കും. ഡിസെൻറ്റ് ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ്. ഡിസെൻറ്റ് നമ്മൾ കണ്ടു. ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്അഗ്രിമെൻ്റ് ആണ്. ഇന്നലെ ഡിസെൻറ്റ് നമ്മൾ കണ്ടു, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസഗ്രി ചെയ്യുക ഓർ ഡിസഗ്രിമെൻറ്റ്. അസെൻറ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റ്, അപ്രൂവൽ ആണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, അഗ്രി ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ അസെൻറ്റ് ഡിസെൻറ്റ് പഠിക്കുമ്പോൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം വേറൊരു അസെൻറ്റും ഉണ്ടല്ലേ, ASCEND വേർബായിട്ട് ഉപയോഗിക്കുന്ന അസെൻറ്റ്. ക്ലൈംബ് ചെയ്യുക അല്ലെ, അസെൻഡ് ചെയ്യുക, ക്ലൈംബ് ചെയ്യുക, കയറുക, ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിസെൻറ്റ്. ഡിസെൻറ്റ് വേർബാണ്. ക്ലൈംബ് ഡൗൺ, ക്ലൈംബ് അപ്പ് എന്നൊരർത്ഥം, ആൻഡ് ക്ലൈംബ് ഡൗൺ എന്നർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളാം.
ആൻഡ് വിതോൾഡ്, അടുത്ത വിതോൾഡ് ആണ്. വിതോൾഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുവാണ്. റിഫ്യൂസ് ടു ഗിവ്, കൊടുക്കില്ല, പിടിച്ചു വെക്കണം. ഹോൾഡ് ബാക്ക്, തരില്ലടാ അതർത്ഥം. റീറ്റെയിൻ, സ്റ്റോപ്പ്, അതാണ് വിതോൾഡ്. നമ്മുടെ ആരിഫ് മുഹമ്മദ് നമ്മുടെ ഗവർണർ ഇപ്പം വിതോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് വാട്ട് വി ആർ ഡിസ്കസിങ്. ഇന്ന് വായിക്കാൻ പോണത് കേട്ടോ. നമുക്ക് നോക്കാം. യെസ് യെസ് യെസ്, ലെറ്റ് മീ സീ. Nowadays, Malayalam actors are to the fore all over India. Yes, great. Pravi, good morning. Surya came to the fore among social media influencers with his recent viral video on YouTube. Great. Mira, good morning. Chauffeur translator exam. Normally chauffeur നമ്മുടെ ഇതിൻ്റെ ഹൈക്കോർട്ട് എക്സാംസ് ആദ്യം ട്രാൻസ്ലേറ്റർ വിളിച്ചിട്ടായിരിക്കും ഷോഫറിൻ്റെ എക്സാം വരിക. ഡിസംബർ അല്ലെങ്കിൽ മന്ത് ഓഫ് ഡിസംബർ അല്ലെങ്കിൽ ജാൻ ഫസ്റ്റ് വീക്കിലായിരിക്കും രാഹുലെ എക്സാം വരിക കേട്ടോ. Politicians use euphemism when they talk religious matter. Talk about വേണം അഞ്ചു, when they talk about religious matters. കേട്ടോ. Swapna Suresh, euphemism about Shivshankar's gruesome activities roll the situation. Yes. നമസ്കാരം നന്ദിഷ. ടിൻസി, ഹായ്. എന്താണ് പഠനമൊക്കെ എങ്ങനെ പോണു? എത്ര കാലമായി ലൈവിൽ വന്നിട്ട്? ആഫ്റ്റർ എ ലോങ് ടൈം. യെസ്, ആഫ്റ്റർ ഏജസ് അല്ലേ. ദ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വാസ് സാക്ഡ് അല്ല, വേർ സാക്ഡ്. കേട്ടോ സിലിൻ. The syndicate members plural അല്ലേ, അപ്പോൾ plural subjectന് plural verb കൊടുക്ക്. Were sacked without a warning by the governor. Okay, yes. PC George sometimes talks with euphematic words കൊടുക്കാം. Sometimes ഒറ്റ വാക്ക് ആണ് കേട്ടോ, അത് ഓർക്കണേ ജോമി. He was sacked out of the office without. He was sacked out of വേണ്ട, throw out ആ പറയാം. Sacked from the office പറഞ്ഞാൽ മതി. He was sacked from the office, sacked from the job without any reason കൊടുത്താൽ മതി കേട്ടോ. Sonal, good morning. Many people were sacked during pandemic. Yes, yes, yes. Rashmi, good morning. ഉണ്ട് ബാങ്ക് എക്സാമിന് യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടല്ലോ. നമുക്ക് ബാങ്ക് എക്സാമിൻ്റെ SBI PO ക്ലർക്കിൻ്റെ ടൈം എനിക്ക് തോന്നുന്നു 3-4 ആ ടൈമിൽ 3 o'clock ഒരു ക്ലാസ്, 3:45 ഒരു ക്ലാസ്, 4:30 ഒരു ക്ലാസ് ഉണ്ട്. യെസ്, ഉണ്ട് കേട്ടോ, ഉണ്ട്. ബാങ്ക് എക്സാമിന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, യൂട്യൂബിൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ. എനിക്കൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. യു ക്യാൻ ഓൾവേസ് ലുക്ക് ഇൻ ടു ഇറ്റ് കേട്ടോ. The reputation of the incumbent officer as a great statesman and a diplomat precedes him. Great. I always quarrel with HR team. Okay. Over low. I will sack you out of the college. That's great. Rahul was reluctant to believe that he was sacked from. Adhe idu cinema dialogue aanlo. From his job. Pooja, great. Reluctance of youth to start businesses prevent India to be a Duma power. Yes. Okay. Miss എനിക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. I got via campus placement through NIT. Yes, yes, yes. അങ്ങനെയാണ് അവന് ജോലി കിട്ടിയെന്ന്. അയ്യോ, ഞാൻ പെട്ടെന്ന് സെന്റൻസ് വായിച്ചു, സോറി റിജിനെ. Even though he was reluctant at first, his friends coaxed him to break into the abandoned building. That's great. The president gave his assent to the POCSO amendment bill. Yes. His reluctance to enter into a contract with the management of company resulted in sacking him from his job. From job, yes. His reluctance to offend the party surprised me. All right, all right. I packed the things in a sack. Okay. Even though incumbent judicial power is government's tool to mold the society for integrated economic development, several districts often fail to execute cognizance among fellow beings. Great. His reluctant mind is His reluctant mind is creating long time to success. Is creating long time or is taking long time. Creating in a best usages is taking long time to success. Is taking ഒരുപാട് സമയം എടുക്കുന്നു എന്നർത്ഥത്തിൽ കേട്ടോ കൊടുക്കാം. Yesterday I saw a man with a sack which was shredded by blood. All right, all right. അത് ക്രിയേറ്റിംഗ് ആക്കിയിട്ടുണ്ടല്ലേ അനുപമം. അപ്പോൾ ടേക്കിംഗ് ആക്കാം കേട്ടോ. The incumbent president Draupadi Murmu took oath. Yes. You should be aware about incumbent matters happening in the society. Yes. Please withhold it. അല്ലല്ല, വിതോൾഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? വിത്ത്ഹെൽഡ് കേട്ടോ. ഹോൾഡഡ് അല്ല കേട്ടോ അമ്മു, വിത്ത്ഹെൽഡ് പാസ്റ്റ് ടെൻസ് V2 and V3. Okay. His license claiming that he has violated traffic rules കേട്ടോ. Governor made a battlefront against the
governor made a battle against the government declaring that he can sack the errant ministers. Yes. Okay. IBPS PO could wait in. Great, Tinsy, great. The outfit spearhead sacked the associate trainee because he's in turned off about the job. Turned off at work. The teacher was sacked from the college because of her misbehavior. Okay. Maya was sacked from Maya was sacked from passive kodukka due to her reluctant character. By withholding the peanut chicky, Arati knew that it was a tip of iceberg. Okay. You shouldn't withhold while getting into a fight with him. The guy bleed crimson. Okay. All right. The company owner assented my project. Great. He shows reluctance towards everything around him. Great. Instead of granting assent to bill, the governor withholds the bill. Yes. SSC CGL pack എടുത്തവരുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാൻ ഒന്ന് ഷെയർ ചെയ്ത് തരാമോ? CGL പാക്കോ? സ്റ്റഡി പ്ലാൻ ഗ്രൂപ്പിലുണ്ടല്ലോ, ഇട്ടിട്ടുണ്ടല്ലോ. സുമാ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി, ഗ്രൂപ്പിലിട്ടുണ്ട്. When I came to room, my kids withhold mobile phone. Great. The CEO assented the manager's decision to sack a few employees. The company always withhold the employees' incentive. The council gave assent to the heir to ascend the throne. Okay, great. Assent എന്താ? Climb the throne, കയറ്റം, അതാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയല്ലേ, അല്ലാതെ അഗ്രി അല്ലല്ലോ, അപ്രൂവ് അല്ലല്ലോ. Government is showing reluctance to endorsal fund victims. Yes, the governor withheld his assent to many important bills passed by the Legislative Assembly. Kerala government showed reluctance of endorsal fund issues. Reluctance to shiny in Kasaragod due to thereby on hunger strike. The water authority gives assent to his water connection. Bose has withheld her promotion because of her reluctance in doing work. Okay, Miss Ada 21st live class timetable എവിടെ നിന്ന് കിട്ടും? ഏത് ലൈവ് ക്ലാസ് ആണ് ആനന്ദേ? അതിൻ്റെ ഏത് ലൈവ് ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ സ്റ്റഡി പ്ലാൻ എന്ന് കൊടുക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റഡി പ്ലാൻ ഓണായി വരും. ടൈം ടേബിൾ അവിടെ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏത് ക്ലാസ്സിനെ എടുത്താൽ മതി. A bank will not assent to give a loan without proof of an assent. Okay, asset. Okay. The university withhold അല്ല ആദിത്യ, യൂണിവേഴ്സിറ്റി withholds അല്ലെങ്കിൽ withheld past tense കൊടുക്കുക. Result of last semester students because of some political issues. State government withholds the needs of thereby. Withholds ഒറ്റ വാക്കാണ് കേട്ടോ ഐശ്വര്യ. The incumbent assent withholds the sack of the old one. With the sack of the old one. ആ സാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വിത്ത് ദ ബാഗോ ആ സഞ്ചി എന്ന അർത്ഥത്തിലാണോ? The opposition was reluctant to support the governor related to his recent statement that he will sack the state ministers who tried to defame him. Yes, company manager assent his leave. Company manager assented or assents. വേണ്ടേ? കാര്യം മാനേജർ സിംഗുലർ അല്ലേ ജോമി, അതനുസരിച്ച്. Government withheld the approval of many projects. Sonal, government withheld the approval of many projects during the pandemic. Withhold എന്ന് പറയുന്ന ആർട്ടിസ്റ്റോ? എനിക്കറിയത്തില്ല. ഗവൺമെന്റ് എംപ്ലോയീസ് ഷുഡ് ചേഞ്ച് ദർ ഇൻകംബന്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പീപ്പിൾ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. വേറെ വല്ല സ്പെല്ലിംഗ് ആയിരിക്കും, പ്രൊനൗൺസിയേഷന് വിതോൾഡ് എന്നായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും പ്രൊനൗൺസിയേഷൻ, സ്പെല്ലിംഗ്. The manager is assented my promotion. അല്ല, manager assented my promotion. കേട്ടോ ഐശ്വര്യ, is assented അല്ലല്ലോ, manager assented my promotion എന്ന് കൊടുക്കുക. The KTU declared that the end of semester exam results of semester 6 of full-time BTech candidates is to be withheld for the interim. Great. Officials found illicit drugs from the restroom and the authority withheld them to avoid further exacerbation. Yes. ഇൻകംബന്റ് ഒന്നുകൂടെ പറയണോ? ഇൻകംബന്റ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഭരിക്കുന്ന, ഇപ്പോൾ ഞാനൊരു മിനിസ്റ്റർ ആണെങ്കിൽ ഐ എം എൻ ഇൻകംബന്റ്, അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഐ എം ദ ഓക്യുപ്പന്റ്, അവിടുത്തെ ആ സീറ്റിലിരിക്കുന്ന ആളാണ്. അതാണ് ഹോൾഡർ അല്ലെങ്കിൽ ഓക്യുപ്പന്റ് എന്ന് പറയാം. ഡൗൺ ആയിട്ട് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻകംബന്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററി ആണ്, ബൈൻഡിങ് ആണ്, ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള കാര്യം. അല്ലാതെ കറണ്ട് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലും ഇൻകംബന്റ് പറയും. കത്തിയോ? അതാണ് ഇൻകംബന്റ്. Government coerced with all the auction for new project after the incumbent negative feedback of the
outfit. Okay, the incumbent accountant was sacked from the office without any proper reason as he doesn't allalo was sacked allemigile appo endu kodukkanam as he didn't kodukkanam past tense enna kodukkanam sentence. Assented with senior officer's suggestion of faking accounts. Incumbent was reluctant to sack the employees, so instead of assent to the proposal. Incumbent was reluctant to sack. Yes. Employees. So, okay. He withheld it. Officer assent my certificate. Officer assent alla. Officer assented kodukam shane. Allengil endu kodukam? Officer assents kodukam. Karyam officer singular aanu. Singular na verbum singular kodukam. The incumbent rules made by school authorities helped a lot of children to access library even in holidays. Great. Incumbent was reluctant in sacking the employees, so instead of giving assent, he withheld the order. Great. Please say a sentence with incumbent. Adalla ivide ellarum incumbent ezhudiyekkunnathu alle. The incumbent policies of the government is depressing. Okay. Sack, dismiss എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിച്ചത്. ആർട്ടിക്കിൾ അത് തന്നെ ആർട്ടിക്കിൾ വേണ്ട, അത് തന്നെ ആർട്ടിക്കിൾ ഇട്ടപ്പോൾ അതിൻ്റെ മീനിങ് മാറിപ്പോയില്ലേടാ. അതാ I don't know why he withholds his property to the family. No എവിടെ പോയി? I don't know. അല്ലേ? During COVID-19 pandemic, ഐശ്വര്യ ശ്രദ്ധിക്കണേ, during COVID-19 pandemic situation, all hospitals sacked PPE kits. Yes. The Bards assent to sponsor about rupees 222 crores for infrastructure management in the schools of Punjab is a benchmark for other NGOs to cooperate for the nation's educational quality. Yes, his reluctance to do the work in hectic time adding fuel to the fire. Is adding fuel to the fire. വെറും ആഡിങ് കൊടുക്കാൻ പറ്റുമോ? സോനൽ നമുക്ക് എന്ത് കൊടുക്കണം? അവിടെ കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കണം. ബി ഫോർമുലേഷൻ കൊടുത്തേ. The reluctant attitude of government is resulting in the reluctance of business people in investing money in our country. Yes, moving on. അൺപെലാറ്റബിൾ. എന്താണ് അൺപെലാറ്റബിൾ? എനിക്കങ്ങ് ദഹിക്കുന്നില്ല. ഡിസ്റ്റേസ്ഫുൾ എന്ന് പറയും അൺപെലാറ്റബിൾ. അപ്പോൾ ഡിസ്റ്റേസ്ഫുൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കങ്ങ് ടേസ്റ്റ് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം എന്ന് പറയില്ലേ? അല്ലെങ്കിൽ അൺഅപ്പറ്റൈസിങ്, അൺഇൻവൈറ്റിംഗ്, അൺഅപ്പീലിംഗ്. നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ, അല്ലെ, ഒട്ടും അപ്പീൽ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ, നമുക്ക് താല്പര്യമില്ല, ഇതിനോട് അപ്പറ്റൈസ് ചെയ്യുന്നത് ദഹിക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതിനാണ് അൺപെലാറ്റബിൾ. ഓർത്തോണം, അഡ്ജക്റ്റീവാണ്. എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഓർത്തോണം ദാറ്റ്സ് എ നെഗറ്റീവ് വേർഡ് എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കും. പ്രിഫിക്സ് എപ്പോൾ വരുമ്പോഴും അല്ലേ ഓർത്തോണം, പ്രിഫിക്സ് നെഗറ്റീവോ പോസിറ്റീവ് വേർഡോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇൻ ദിസ് ഒക്കെ പറയും, മിസ് ഒക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. മൂവിങ് ഓൺ. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരും സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് noun ആണ്. സ്റ്റാറ്റ്യൂട്ട് മീൻസ് ലോ, റെഗുലേഷൻ, ഇനാക്ട്മെന്റ്, റൂൾ, ഡിക്രി എന്ന് പറയും അല്ലെ, നിയമം. അതിനാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ, ലീഗൽ എന്നൊക്കെ പറയും നമ്മൾ. അതാണ് സ്റ്റാറ്റ്യൂട്ടറി. അടുത്ത കർട്ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെഡ്യൂസ് ചെയ്യുക. കട്ട് ചെയ്യുക. ടൈപ്പ് ആണേ. കട്ട് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക. അപ്പോൾ കർട്ടെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം റെഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥം അല്ലെ. കർട്ടെയിൽ ദ ഫ്രീഡം ഓഫ് പീപ്പിൾ എന്ന് കേട്ടിട്ടെ അത്. അടുത്ത ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല. നോൺ കമ്പൽസറി ആണ്, വോളണ്ടറി ആണ്, ഇലക്റ്റീവ് ആണ്, ഓപ്പൺ ആണ്. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ്, വോളണ്ടറി ആണ്, ഇലക്റ്റീവ് ആണ്, ഓപ്പൺ ആണ്, നോൺ കമ്പൽസറി കേട്ടോ. അടുത്ത യൂഫോറിയ. നമ്മൾ യൂഫമിസം കണ്ടു. യൂഫോറിയ ഇതാ നോക്കിയാൽ യൂഫോറിയ കേട്ടിട്ടുണ്ടോ? ഐ ആം ഇൻ യൂഫോറിയ റൈറ്റ് നൗ. എന്താ അർത്ഥം? യൂഫോറിയ എന്ന് പറഞ്ഞാൽ എലീഷൻ, എലവേഷൻ അല്ലേ? ഇന്നാൾ വന്നിട്ടുണ്ട്, എക്സാമിന് എഴുതാണ് വന്നൊരു വാക്കാണ്. എലീഷൻ ആൻഡ് എലവേഷൻ രണ്ടുവാ അല്ലെ, രണ്ടും രണ്ടാണ്. എലവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൈറ്റ് ആണ് അല്ലെ. സബ്ലിമിറ്റി അല്ലെ, സബ്ലിമിറ്റി അങ്ങ് മുകളിൽ, അങ്ങ് ഏറ്റവും ഉച്ചിയിൽ, ലോഫ്റ്റ്നെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങ് ഉച്ചിയിലാന്ന് പറയുക, ഹൈറ്റ്സിലാണ്, സെനറ്റിലാണ്, അതാണ് എലവേഷൻ, കയറ്റം. പക്ഷേ യൂഫോറിയ എന്ന് പറഞ്ഞാൽ ഇലേഷൻ അല്ലെ, ഇലേഷൻ സന്തോഷം അല്ലെ, ഹാപ്പിനെസ്, ജോയ്, ഡിലൈറ്റ്, ഗ്ലീ എന്നാണ് അർത്ഥം. അതാണ് യൂഫോറിയ. ഓർത്തോണം. ലൈവിലുള്ള പിള്ളേരൊക്കെ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ അല്ലേ, ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഓക്കെ
Let me get your sentences. Yes. His reluctance to agreement the decisions. His reluctance to agree to the decisions which are put forward by Workmen Association. His reluctance to agree to the decisions made the situation worse. Yes. The decision was assented even though it was unpalatable to many. Great. Unpalatable breakfast served in the hotel curtailed her incentive to have it. Okay. Leading parties K-Rail project is party day. Apostrophe S apostrophe leading parties. K-Rail project is unpalatable to many of the Keralites. The Kerala government proposed a new statute to combat superstitious activities. Yes. Unpalatable statute curtails the euphoria of common people. Unpalatable statute curtails. Karim statute law alle. Appa law kuda singular verb kodukku. Singular subject singular verb suma. I can attend the meeting without assent from manager. KP Kutten. എവിടാണ്? The point she raised on the debate ന്റെ spelling DEBATE is unpalatable. Yes. The incumbent attitude of a CM അല്ല ആണോ അല്ല അഭിലാഷേ, attitude singular അല്ലേടാ. അപ്പൊ എന്നെ കൊടുക്കണം the incumbent attitude of a CM is becoming unpalatable nowadays. Keeping aside the unpalatable decision framed by the Supreme Court, the BJP members set forth to come up with a strike against elevating tax imposed on essential goods. Great. Euphoria is a discretion, is a choice, is optional. അതാണ് ഉദ്ദേശിച്ചത്. Attending offline class during COVID pandemic is discretionary. Yes. The recent incident of human sacrifice in Kerala is unpalatable. Yes. CGL syllabus is unpalatable to me. ഇഷ്ടപ്പെടുന്നില്ല. It is my euphoria. It's my happiness to welcome our new incumbent. That's great. Okay. Great. Yes. Doctors said to him that he should curtail his smoking habit. That gift from my uncle gave me euphoria. That's great. Ilandur case was unpalatable to Keralites. Yes. അവിടെ കോമേഡ് ആവശ്യമില്ല ജോമി. അത് ഇലന്തൂറിന്റെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. Starting letter must be capital. Lockdown was unpalatable situation for everyone. Yes. The smell of rotten eggs are unpalatable. Yes. Moving on, people. Let's move. Where is sentence നോക്കട്ടെ? The statute enacted to curtail the domestic violence must be reviewed. Great. അപ്പോൾ നമ്മുടെ SBPയുടെ ക്ലാസ്സുകളും SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകളും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പഠിച്ച് ട്രാക്കിലോട്ട് വരുന്നില്ല, അകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓൾവേസ് വി ആർ ഹിയർ ഫോർ യു ആസ് എ റിസോർട്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. SBPയുടെ ക്ലാസ്സുകൾ ഒക്ടോബർ 12 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ 30 SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. 2489 രൂപയാണ് നമ്മുടെ SBPയുടെ ക്ലാസ്സിൻ്റെ ഫീ. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. ഇന്നാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ പോണേ 8 മണിക്ക്. അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ നമ്മുടെ SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് ഓറിയൻറ്റഡ് ബാച്ച് ആണ്. ഇവിടെ നമുക്ക് ബേസിക്സ് മുതൽ കവർ ചെയ്യും. പക്ഷേ SBPU ഇസ് അഡ്വാൻസ് ബാച്ച്. അപ്പോൾ 2159 രൂപയാണ് കോഴ്സ് ഫീ. ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ, നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. കോഡ് അറിയാലോ, Y314 Y314. അടുത്ത വാക്ക് പിടിച്ചോ, എംഫാറ്റിക് പ്രോനൗൺ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എംഫാറ്റിക് പ്രോനൗൺ എംഫസൈസ് ചെയ്യുക. എംഫാറ്റിക് എന്ന വാക്ക് അവിടെ നിന്ന് വരുന്നത്. എംഫസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കുമല്ലേ, ഒരു കാര്യത്തിൽ ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ പ്രഷറിങ് ഇട്ട് അല്ലേ, ഒരു പ്രഷർ കൊടുക്കുകയാണ്, സ്ട്രെസ് ചെയ്യാണ്, അതിന് എംഫറ്റിക് എന്ന് പറയാം. എംഫസൈസിന് അല്ലേ എന്നുള്ള വാക്കിന് എംഫസൈസ് ചെയ്യുക എന്ന വേർബിൻ്റെ ഒക്കെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് എംഫാറ്റിക് പ്രോനൗൺ കേട്ടിട്ടുണ്ടായിരിക്കും. എംഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുൾ ആണ്, ഹോൾ ഹാർട്ടഡ്, ഫേം, വെഹിമെന്റ്. അതിനെയാണ് എംഫാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്തോണം. അടുത്ത റീറ്റെയിൻ ചെയ്യുക. എൻ്റെ പൊന്ന് KP അല്ലല്ലോ, ഈ KP കൊണ്ട് ഞാൻ തോറ്റു. അറിയാത്തവർ അറിയട്ടിടാ അല്ലേ, റീറ്റെയിൻ. ആൻഡ് ഐ എം സോ പ്രൗഡ് ടു പറയാൻ ഐ എം സോ പ്രൗഡ് കേട്ടോ. കാരണം നമ്മുടെ കോഴ്സിനെ പറ്റി പറയാൻ എനിക്ക് കാരണം വെച്ചാൽ അത്ര ക്വാളിറ്റി ക്ലാസ്സസ് ഇത്ര അഫോർഡബിൾ റേറ്റ് കൊടുക്കുന്നതിന് പറയാൻ എനിക്ക് അഭിമാനമുള്ളൂ, എനിക്കൊരു നാണക്കേടുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. റീറ്റെയിൻ എന്ന വാക്ക്, റീറ്റെയിൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. റീറ്റെയിൻ ദ പേസ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, റീറ്റെയിൻ ദ പേസ് പീപ്പിൾ, പേസ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുക എന്നാണ് റീറ്റെയിൻ എന്ന വേർബിൻ്റെ അർത്ഥം. അടുത്ത് റെസ്റ്റ്. ഈ റെസ്റ്റാണ് WREST റെസ്റ്റ്. ഈ റെസ്റ്റിൻ്റെ അർത്ഥം ഇതാണ്: റെഞ്ച്, സ്നാച്ച്, പിടിച്ചെടുക്കുക, സീസ്, ഗ്രാബ് ഓർ ഫോഴ്സ് ചെയ്യുക. ദാറ്റ് ഇസ് റെസ്റ്റ്. ഈ റെസ്റ്റ് കേട്ടോ, മറ്റേ റെസ്റ്റില്ലേ, റെസ്റ്റ് ഇൻ പീസ്, ആ റെസ്റ്റ്. അത് റെസ്റ്റ് വേറെ, ഈ റെസ്റ്റ് വേറെ. രണ്ട് വേർബായിട്ട് ഉപയോഗിക്കുന്ന റെസ്റ്റാണ്, അതറിയാലോ. അടുത്ത അക്യുമെൻ, അറിയാലോ. അക്യുമെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഷ്രൂഡ്നെസ്, ആ ഒരു ബുദ്ധി സാമർഥ്യത്തിൽ പറയാം. അക്വിറ്റി, ഷാർപ്നെസ്, വിറ്റ്, അതിനെയാണ് നമ്മൾ പറയാം
acumen. ഓർത്തോണം. അടുത്ത് ഹിസ് അക്യുമൻ ഇസ് അമേസിങ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഹിസ് മാർവലസ് എന്ന് പറയാം, ബ്രത്ത് ടേക്കിംഗ് അങ്ങനെയൊക്കെ പറയാം. അടുത്ത റിസെൻമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നമുക്കൊരു താല്പര്യമില്ലായ്മയാണേ. അപ്പോൾ റിസെൻമെന്റ് എന്ന് പറഞ്ഞാൽ ബിറ്റർനെസ്, ഒരു ദേഷ്യവും സങ്കടവും എല്ലാം കൂടി കൂടി ഒരു മിക്സ്ഡ് ഫീലിംഗ്സ് ആണ് റിസെൻമെന്റ്. ബിറ്റർനെസ്, ഇൻഡിഗ്നേഷൻ, ഇറിറ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് റിസെൻമെന്റ്. ഓക്കെ, ക്ലിയർ? Statute should be restringent to sanction those accused in the heinous crime of philanthropy. Yes, many statutes are there in India which are biased, which are prejudiced to politicians. അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ട കേട്ടോ, വിച്ച് വേണ്ട, നീ ഇങ്ങനെ കൊടുക്കുന്നെങ്കിൽ many statutes are there in India which are biased to politicians. അങ്ങനെ കൊടുക്കാം, which are biased to politicians. പിന്നെയും കൊടുക്കണം അല്ലേ, which are biased to politicians. many അങ്ങനെയല്ല ഒന്നുകൂടെ പറയണം. There are many biased statutes. ഇങ്ങനെ കൊടുക്കാം, there are many biased statutes in India. There are many biased statutes in India which are palatable for people എന്നുകൊണ്ട്. അപ്പോൾ കുഴപ്പമില്ല, prejudiced ആണെന്ന് പറയുമ്പോൾ. Nowadays character of some government incumbents are unpalatable. Great. Don't curtail her euphoria by taking an unpalatable decision. Great. Ardi curtail her laziness by attending the editorial session thrown out by Rintu ma'am. Thrown out എന്ന് പറയുമ്പോൾ പുറത്തിറക്കുക എന്നുള്ള അർത്ഥത്തിലാടാ. Thrown out ഇവിടെ പക്ക യൂസേജ് അല്ല. Though the president and governors have certain discretionary powers, they should work according to the advice of the union and state governments respectively. Great. It is discretionary whether to stay back or leave the place. That's great. The Indian statute towards sexual abusiveness needs a change. Yes. Finance Minister Nirmala Sitharaman citation about Nirmala Sitharaman's citation. Nirmala Sitharaman Day. When we know about the curtailing rupee value is sarcastic. Please retain your scores in the upcoming exams. That's great. High standards and lifestyle of uncommon people. Common men is an inevitable element in the long run, especially in the curtailing educational quality and among rural schools of undeveloped states of the nation. Great. See the good morning. Governments need the euphoria of every person, those who are suffering from difficulties. The door is open if you want to leave, but I'm retaining and keeping this firm intact. Cillian. Great. Untimely wresting of ornaments. Okay, wresting of ornaments strangled her to death. Okay. His resentment towards him is clearly visible in his behavior. Okay. The bank wrested the property after the failure of loan payment. Yes. I'm feeling resentment due to the emphatic rules of our company. All right. My brother wrenched the chocolate from me and that roiled me, disturbed me. Okay. Now only I understood about the origin of the names wrestling and treadmill. Wrestling എവിടുന്നാ കിട്ടിയെന്നല്ലേ, അടിപൊളി. ഷമാസ് ലേറ്റ് ആയില്ല, ഷമാസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. When he was resting on the street bench, someone wrested his bag. Later he was able to retain it with the help of some emphatic villagers. Great. Retain the consistency of learning. Yeah. Although the allegations against the team leader are quite heinous, his short-term goal seems to be emphatically efficient component in the grounds of company's growth. Okay, that's great. The briefcase was wrested out of his head. Cold hands. Okay, great. His emphatic charisma and acumen helps him. His emphatic charisma and acumen helps him. അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പറയാം നമ്മൾ. അങ്ങനെ പറയുമ്പോഴേ ഒറ്റൊരു കോമ്പണൻ്റ് ആയിട്ടാട്ടോ പറയാം. ടു റീറ്റെയിൻ a persistent position in the society. Mother sparrow rested red cherries for little sparrows. Okay, sparrowsന് രണ്ട് പി ഇല്ല കേട്ടോ, അറിഞ്ഞുകൊണ്ട് എഴുതിയാണോ? പി ഇല്ല, ഒരു പി ഉള്ളൂ. His resentment to his brother always paves way to quarrels. Okay. Way to quarrels അല്ല, way to do something. way കഴിഞ്ഞിട്ട് to ഉണ്ടെങ്കിൽ വെർബ് കൊടുക്കുക. നൗണ കൊടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും way for quarrels കൊടുക്കണം. നമ്മള way for quarrels. Resentment come when അല്ല, resentment comes when neighbors come home. Resentment comes when neighbors come home and giving advice of future.
അപ്പോഴാണ് വരുന്നത് അല്ലേ, കൊള്ളാം. നെയ്ബേഴ്സ് വീട്ടിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ, അനൂപേ നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു. യു ഷുഡ് റെസ്റ്റ് ദ പൊസിഷൻ അറ്റ് എനി കോസ്റ്റ്. ഓക്കെ. വെൻ ഹി എംഫറ്റിക്കലി റെസ്റ്റ് ആൻഡ് റീറ്റെയിൻ മൈ കാർ ഐ ഫെൽറ്റ് റിസെന്റ്. ഓക്കെ, ഐ ഫെൽറ്റ് റിസെന്റഡ് എന്ന് കൊടുക്കുക. റിസെന്റഡ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ റിസെന്റഡ്. Though we criticize Ambani and Adani for many things, their business acumen should be admired. Yes. Kerala Blasters FC retained the head coach. Shamas decided to rest chocolates from Rindubam. അത് സമ്മതിക്കില്ല ഞാൻ. ആരതി അത് ഞാൻ സമ്മതിക്കില്ല. ചോക്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ നോ വേ. യു ഷുഡ് റീറ്റെയിൻ വിത്ത് യുവർ സ്റ്റഡി പ്ലാൻ. യു ഷുഡ് റീറ്റെയിൻ എന്ത്, റീറ്റെയിനിന് ശേഷം ഒബ്ജക്റ്റ് കൊടുക്കുക. റീറ്റെയിൻ പേസ് വിത്ത് യുവർ സ്റ്റഡി പ്ലാൻസ് ഓർ ഇങ്ങനെ കൊടുത്താൽ മതി. വിത്തം കട്ട് ചെയ്തോളാം, അപ്പോൾ സെറ്റാവും. യു ഷുഡ് റീറ്റെയിൻ യുവർ സ്റ്റഡി പ്ലാൻസ്. യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ സ്റ്റഡി പ്ലാൻസ് കേട്ടോ. Despite her resentment against that marriage proposal, her father proceeded further and therefore she eloped with her long-time lover. Okay. My neighbor was arrested by someone in the bus yesterday. Okay. Success is for those who rest, not for who rest. Okay, great. I'm impressed with his acumen on mathematical skill. That's great. Laziness in retaining the momentum of studies will result in failure. By exonerating Ardi, the board of directors retain the hard-earned reputation. Don't be resented to be in euphoria. Yes. അപ്പോൾ അതിൻ്റെ മീനിങ് മാറിപ്പോ. റിസെൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇറിറ്റേറ്റഡ് എന്നുള്ള, ടു ബി അല്ലേ, വേറൊരു ആ ഇറിറ്റേഷൻ്റെ കൂടെയും നമുക്ക് എന്താ ഗ്രമാറ്റിക്കലി കറക്റ്റാണ്, കോണ്ടെക്സ്റ്റുകൾ ഇത് കറക്റ്റ് അല്ല. റിലക്റ്റൻറ്റ് ടു ബി ഇൻ യൂഫോറിയ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആവാൻ റിലക്റ്റൻ്റ് ആവരുത് അല്ല, റിലക്റ്റൻ്റ് ആവരുത് എന്ന് പറഞ്ഞു, റിസെൻറ്റഡ് ആവരുത് എന്ന് പറയരുത്, അതിനൊരു ഇതില്ല, കോണ്ടെക്സ്റ്റുവലി കറക്റ്റ് അല്ല കേട്ടോ. You should arrest all the opportunities in front of you. Yes. The cases files കേട്ടോ, case files reveal the exciting incident that occurred in line with the rest of money അല്ല, resting of money. കാര്യം റെസ്റ്റ് വേർബ് ആണ് കേട്ടോ. അപ്പോൾ resting of money chest from South Indian Bank, Glassbooth. The acumen of the chess master Pragnananda was to be praised. Yes, my mother confronted a robber with her acumen when he tried to wrest her gold chain. Okay. Shamas must retain silence in peaceful meeting, otherwise he will be expelled from the meeting. Okay. The acumen character of her always makes me feel wonder. That's great. Moving on, people, നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ ബിഫോർ മൂവിങ് ടു ദ ആർട്ടിക്കിൾ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് എല്ലാവരും, അതുപോലെ തന്നെ വൊക്കാബുലറി ഒക്കെ മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ട പിള്ളേരെ ഉഷാറായിക്കേ. ടോക്കിംഗ് ബാഗ്സ് സംടൈംസ് റെസെൻമെന്റ്. ഓക്കെ, ഇങ്ങനെ പറയാം, ഡോക്കിംഗ് ബാഗ്സ് എന്താ ഡോക്കിംഗ് ബാഗ്സ് സംടൈംസ് ഡോഗ് ബാർക്കിംഗ് ഈസ് റെസെൻമെന്റ് എന്ന് കൊടുത്തു, ഇറിറ്റേഷൻ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. അത് ഇറിറ്റേഷൻ എന്നുള്ളതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് യൂസേജ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ LP UP ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ, ഒക്ടോബർ 26 ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യാം. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വരില്ല, അത് അടുത്ത ഇതിലോട്ടാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് തിങ്. ഒരുപാട് പഠിക്കാനുണ്ട്, അപ്ഡേറ്റ് ആയിട്ട് സിലബസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാം. നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2240 രൂപയാണ് കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ VFA ബെവറേജ് ഹെൽത്തി ഒക്കെ എക്സാമിൻ്റെ റിസൾട്ടുകൾ വരുന്നതിന് മുമ്പ് നമുക്ക് പഠനം തുടങ്ങണം. കാര്യം റിസൾട്ട് വന്ന ഉടനെ തന്നെ എക്സാമിനുള്ള ഡേറ്റ് അങ്ങ് ഡിക്ലെയർ ചെയ്യും. പിന്നെ ആ വാസ്റ്റ് സിലബസ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ അവസാന നിമിഷത്തേക്ക് നിന്നിട്ട് കയ്യിൽ നിന്ന് വിട്ടു പോകരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. 2240 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ. ഹൂസ് പ്ലഷർ, ആരുടെ പ്ലഷറാ അല്ലേ, എന്താണ് ഇവിടെ നടക്കണേ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. Yeah, let's see. APJ Abdul Kalam never failed to escalate the existing faith and acumen in me. APJ Abdul Kalam never fails. Singular അല്ലേ അബ്ദുൽ കലാം. അപ്പോൾ അത് കൊടുക്കാം. അതെ, കോഡ് വരുന്നതിന് മുമ്പ് KP പോച്ച് അഭിലാഷേ, KP പോച്ച്. ഓക്കെ, നോക്കാം. ഹൂസ് പ്ലഷർ, ലെറ്റ്സ് സി. Resentment come when I think about exam. Shan, resentment comes. Resentment singular ആണ്. സിംഗുലറിന് സിംഗുലർ വേർബ് കൊടുത്തേ. സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ. സോ ലെറ്റ്സ് സി. ഹൂസ് പ്ലഷർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോ പ്രൊവിഷൻ ഫോർ എ ഗവർണർ ടു സാക്ക് മിനിസ്റ്റർ. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ഓതർ പറഞ്ഞിട്ടുണ്ട്. ആരുടെ പ്ലഷർ, എന്ത് പ്ലഷർ അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷന് പ്രൊവിഷൻ ഇല്ല, ഗവർണർക്ക് മിനിസ്റ്റേഴ്സിനെ സാക്ക് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻസ് ഇൻഡയറക്ടറേറ്റ് ദാറ്റ് ഹി ക്യാൻ independently dismiss ministers is neither in keeping with the dignity of his office nor in line with the constitution. His claim that statements of individual ministers that lower the dignity of the governor's office can invite action including withdrawal of pleasure has no basis in the constitution system.
Article 164 of the Constitution, which says the Chief Minister shall be appointed by the Governor and other ministers shall be appointed by the Governor on the Chief Minister's advice. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ കേരള ഗവർണർ കുറച്ച് നാളായില്ലേ നമ്മുടെ ഇതിൽ പേര് കേട്ടിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഇൻഡയറക്റ്റ് ത്രെട്ട് അല്ലെ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് മിനിസ്റ്റേഴ്സിനെ വേണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന സാധനമാണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് കീപ്പിംഗ് വിത്ത് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഓഫീസ്. ഓഫീസിൻ്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാത്ത രീതിയിലാണ് ഒരാളുടെ സംസാരം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിരക്കാത്ത രീതിയിലാണ് അയാളുടെ സംസാരം, അതിനെതിരായുള്ള രീതിയിലാണ് അയാളുടെ സംസാരം. ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ എന്നാണ് പറയുന്നത്. കാര്യം ഇയാളുടെ ക്ലെയിം ഇങ്ങനെയായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തോട്ട് വരും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മിനിസ്റ്റേഴ്സിൻ്റെ വാവിട്ട വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവർണറിൻ്റെ ഓഫീസിൻ്റെ ഡിഗ്നിറ്റിക്ക് നിരക്കാത്ത എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് വിഡ്രോവൽ പവർ ഉണ്ട്, വിഡ്രോവൽ ഓഫ് പ്ലഷർ എന്ന പവർ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിസും ഇല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ബേസും ഇല്ലാത്ത ബേസ്ലെസ് ആയിട്ടുള്ളൊരു കൊണോട്ടേഷനാണ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 164 അനുസരിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 164 അനുസരിച്ച് ചീഫ് മിനിസ്റ്ററിന് അപ്പോയിന്റ് ചെയ്യാം ഗവർണറെ. ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ്. ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഗവർണർ പറ്റും അല്ലേ. ആൻഡ് മറ്റ് മിനിസ്റ്റേഴ്സിനെ ആരുടെ അഡ്വൈസ് വെച്ച്, ചീഫ് മിനിസ്റ്ററിന്റെ അഡ്വൈസോട് കൂടി ഗവർണർക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് 164 അനുസരിച്ച് കേട്ടോ. ആഡ്സ് എന്നാൽ അതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്നാ. ഈ മിനിസ്റ്റേഴ്സ് ഗവർണറിന്റെ പ്ലഷറിന്റെ ആ കാലഘട്ടത്തിൽ ഓഫീസ് ഹോൾഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Appo, let's see what is next. There have been instances of governors dismissing chief ministers, but those were related to constitutional situations in which the legislative majority of the incumbent ministry was in doubt. It is also now judicially determined that the question of majority can be answered only on the floor of the legislature through a conference vote. Nothing in article means that the governor may independently dismiss a minister. The pleasure doctrine exists only in a constitutional sense and exercised by the governor only on the advice of the chief minister. In other words, the term pleasure of the പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചില ഏരിയകളിൽ ചില സംഭവങ്ങളിൽ ചീഫ് മിനിസ്റ്റേഴ്സിനെ ഗവർണർ ഡിസ്മിസ് ചെയ്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും തക്കതായ കാരണങ്ങളുണ്ടല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ മാത്രമേ നമ്മളതിൽ കൊടുക്കുള്ളൂ. അല്ലാതെ ഒരാൾ ചാടി കയറിയിട്ട് ചീഫ് മിനിസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ പിന്നെ ഞാൻ ഗവർണറല്ലേ, എനിക്ക് ചീഫ് മിനിസ്റ്റർ ഇഷ്ടപ്പെട്ടില്ല, പുള്ളി അങ്ങ് ഡിസ്മിസ് ചെയ്തേക്കാം, അങ്ങനെ ചാടിക്കയറി ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ആൻഡ് അവിടെ നമ്മുടെ ലെജിസ്ലേറ്റീവ് മെജോറിറ്റി എൻ്റെ കാര്യത്തിലൊരു ഡൗട്ട് നമുക്കുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മിനിസ്ട്രിയിൽ, വളരെ കറണ്ട് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മിനിസ്ട്രിയിലെ ലെജിസ്ലേറ്റീവ് മെജോറിറ്റിയെ പറ്റി നമുക്കൊരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ചീഫ് മിനിസ്റ്ററിനെ ഡിസ്മിസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഗവർണർക്കുണ്ട്. ആ ഒരു രീതിയിൽ എക്സെപ്ഷൻ കേസാണത് അല്ലേ. മാത്രമല്ല ജുഡീഷ്യലി ഡിറ്റർമിൻ ചെയ്തൊരു കാര്യമാണ് ക്വസ്റ്റൻ ഓഫ് മെജോറിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. എപ്പോഴാണ് ആൻസർ ചെയ്യാൻ പറ്റിയത്? ലെജിസ്ലേച്ചറിന്റെ കോൺഫറൻസ് വോട്ടോട് കൂടിയാണ് അല്ലേ. ഓൺ ദ ഫ്ലോർ ഓഫ് ലെജിസ്ലേച്ചർ ത്രൂ കോൺഫറൻസ് വോട്ട് ഇട്ടിട്ടാണ് മെജോറിറ്റിയുടെ കാര്യത്തിൽ വരെ നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഈ ഇടയിൽ ജുഡീഷ്യലി ഡിറ്റർമിൻ ചെയ്തൊരു കാര്യമാണ്. മെജോറിറ്റിയുടെ ക്വസ്റ്റൻ ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ക്വസ്റ്റൻ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കോൺഫറൻസ് വോട്ടോടെയാണ് അതിന്റെ അന്തിമ തീരുമാനം എടുക്കാം അല്ലേ. ഒരിക്കലും ആർട്ടിക്കിൾ ഒരു രീതിയിലും ഒരിടത്തും പറയുന്നില്ല ഗവർണർക്ക് മിനിസ്റ്റേഴ്സിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യാമെന്ന്, എവിടെയും പറയുന്നില്ല കേട്ടോ. ഗവർണർക്ക് താല്പര്യത്താൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ആർട്ടിക്കിളിലും ഒരു രീതിയിലും പരാമർശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പ്ലഷർ ഡോക്ടറിന്റെ ഒരു പ്രത്യേകം വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സെൻസിൽ മാത്രമേ, എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ തകരാറ് ഉണ്ടാകുമ്പോൾ നമുക്ക് അറ്റ കൈക്ക് നമ്മൾ എടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ പറഞ്ഞ ഡിസ്മിസൽ പറയുന്നത്. അല്ലാതെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ നമ്മുടെ ഡോക്ടർ ഓഫ് പ്ലഷർ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതും അഡ്വൈസ് ഓഫ് ദിസ് ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്ററിന്റെ അഡ്വൈസോട് കൂടി, അദ്ദേഹത്തിന്റെ ഉപദേശം, ആരാണോ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഉപദേശത്തോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. അല്ലാതെ ഈ പരിപാടി നടക്കില്ല. അതായത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ term pleasure of the government is used as a euphemism to refer to the chief minister power to drop a minister from the council of minister. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ ഈ പേര് പോലും ഒരു ഉടായിപ്പ. കാര്യം പ്ലഷർ ഓഫ് ദി ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? അതൊരു യൂഫമിസം ആണ്, അതൊരു റിപ്ലേസ്മെന്റാ. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ ചീഫ് മിനിസ്റ്ററിന് പവർ ഉണ്ട് ആരെ ഡ്രോപ്പ് ചെയ്യാൻ, നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഒരു മിനിസ്റ്ററെ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതിന് പകരം ചീഫ് മിനിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നതിന് പകരം ഗവർണറിന്റെ താല്പര്യത്തോടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്
അതിന് സ്ലൈറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി കൊടുത്തൊരു യൂഫമിസമാണ് ശരിക്കും പ്ലഷർ ഓഫ് ഗവർണർ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമേ ഇത്രേ ഉള്ളൂ. ചീഫ് മിനിസ്റ്ററിന്റെ പവറാണ് ടു ഡ്രോപ്പ് എ മിനിസ്റ്റർ ഫ്രം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അല്ലാതെ അതൊരു ഗവർണറിന്റെ പവർ അല്ല. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആണല്ലോ. അടുത്തോട്ട് പോകാൻ നോക്കിക്കേ, നെക്സ്റ്റ് സെന്റൻസിലോട്ട് നമുക്ക് പോകാം, നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് നോക്കാം. ദ കോണ്ടെക്സ്റ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ കൺഫ്രണ്ടേഷൻ അപ്പിയേഴ്സ് ടു ബി ദ ഗവർണേഴ്സ് റിലക്റ്റൻസ് ടു ഗ്രാന്റ് അസെന്റ് ടു കേരള യൂണിവേഴ്സിറ്റി ലോസ് അമെൻഡ്മെന്റ് ബിൽ 2022. Higher Education Minister R. Bindu's remarked that the governor should return the bill for reconsideration instead of withholding his approval indefinitely was a possible trigger for his comment. While governors may differ with the contents of a bill and may exercise available constitutional options, they should not use a power to. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം പറ്റി വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി ലോസ് അമെൻഡ്മെന്റ് ബില്ല്, അവിടെ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം വയ്ക്കുന്നത്. എന്ത് കോണ്ടെക്സ്റ്റിൽ ഇത് നടന്നേ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻ വന്ന എപ്പോഴാന്ന് വെച്ചാൽ, ഗവർണർ ഭയങ്കര റിലക്റ്റന്റ് ആയിരുന്നു എന്തിന്, ഗ്രാൻഡ് ചെയ്യാൻ. എന്ത് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്രൂവൽ ഗ്രാൻഡ് ചെയ്യാൻ. കേരള യൂണിവേഴ്സിറ്റി ലോസ് അമെൻഡ്മെന്റ് ബില്ലിന് അപ്രൂവൽ കൊടുക്കാൻ പുള്ളി ഭയങ്കര റിലക്റ്റന്റ് ആയിരുന്നു, മടി. പുള്ളി ഈസ് നോട്ട് റെഡി, ഞാൻ തരുന്നില്ല, എനിക്ക് തരാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ പുള്ളി ഇങ്ങനെ നിൽക്കാം. അത് വിതോൾഡ് ചെയ്തിങ്ങനെ നിൽക്കുവാണ്, അതിനുള്ള അപ്രൂവൽ കൊടുക്കാതെ പുള്ളി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പുള്ളി ഇങ്ങനെ അപ്രൂവൽ കൊടുക്കാതെ നിന്നപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആർ ബിന്ദു റിമാർക്ക് ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞു, ഗവർണർ ഈ ബില്ല് റിട്ടേൺ ചെയ്യണം, റിട്ടേൺ ദ ബിൽ ഫോർ കൺസിഡറേഷൻ. ഒരു കാര്യം ചെയ്യും, ഈ ബില്ല് കൺസിഡറേഷന് വേണ്ടി വെക്ക്, തിരിച്ചത് കൺസിഡറേഷനോട് വെക്കുക, അല്ലാതെ ഇത് വിതോൾഡ് ചെയ്ത് അപ്രൂവലിന് വേണ്ടി വിതോൾഡ് ചെയ്ത് വെക്കല്ലേ, അല്ലേ? അത് ഇൻഡെഫിനിറ്റ്ലി അപ്രൂവലിന് വേണ്ടിയിട്ട് വിതോൾഡ് ചെയ്തെന്ന് പറയുന്നത് മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതങ്ങ് കൊണ്ടു, അങ്ങനെ ഒരു റിമാർക്ക് ഇട്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് കൊണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഗവർണറുടെ ഓഫീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാവരും എനിക്ക് പുറത്താക്കാട്ടോ, ഞാൻ എല്ലാത്തിനും പുറത്താക്കും എന്ന രീതിയിൽ ഗവർണർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ while governors may differ with the contents of the bill, ശരിപ്പം നമ്മുടെ ബില്ലിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എന്ത് എന്നുള്ളത്, ലെറ്ററിന്റെ കണ്ടന്റ്സ് എന്ന് പറയട്ടെ, പ്ലൂറൽ നൗൺ ആണിത്, പ്ലൂറൽ നൗൺ കണ്ടന്റ്സ്. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബില്ലിൻ്റെ ഉള്ളിലെ കണ്ടന്റ്സ് എന്താണോ അത് ചിലപ്പോൾ ഡിഫർ ചെയ്യാം, അല്ലേ? ഗവർണേഴ്സിന്റെ ബില്ലിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ്സ് എപ്പോഴും ഡിഫർ ചെയ്യാം. പക്ഷേ അതിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻസേ ഉള്ളൂ. ആ ഓപ്ഷൻസ് അല്ലാതെ വേറൊരു രീതിയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് സബ്ജക്റ്റീവ് നോഷൻ ഒരിക്കലും ഇത് വരാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് യൂസ് എ പാസ് ടു സ്റ്റോൾ ലെജിസ്ലേഷൻ പെനാറ്റബിൾ ടു ദം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവരെ പുറത്താക്കുന്നു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആരുടെ ലെജിസ്ലേഷൻ സ്റ്റോൾ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവരെ പുറത്താക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇൻ ദ realm of university laws, governors being chancellors of most universities, the scope for friction is quite high. It should be remembered that the office of chancellor is created by the statute that establishes the university, and the legislature is equally competent to curtail the chancellor's powers or even abolish the system of having the governor as the chancellor. Even the Punji case, which reviewed a center-state relations, recommended that governors should not be burdened with the role of chancellors. It's time to implement this principle. Governors seem to have an exaggerated notion. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഗവർണർ ചാൻസലേഴ്സ് ആയിരിക്കുന്ന കാര്യം. ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഗവർണേഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി ചാൻസലറായി നിൽക്കുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലോസിന്റെ ആ ഒരു സ്ഫിയറിലാണ്, റലത്തിലാണ്, അങ്ങനത്തെ ഒരു സ്ഫിയറിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഒരു അതിൻ്റെ ചാൻസലേഴ്സ് ആയിട്ട് ഗവർണേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പണി പാളും, അവിടെ പ്രശ്നങ്ങൾക്കുള്ള വഴി കൂടുതലാണ്. അപ്പോൾ ഒരു ഈ ഓഫീസ് ഓഫ് ചാൻസലർ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലേ? നമ്മളൊരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ചാൻസലറിൻ്റെ ഇതിനെയും കൂടെ, ഇപ്പം ഗവർണർ ഒരു ചാൻസലറായിട്ട് നിൽക്കണം. ഇപ്പം നമ്മൾ ചാൻസലറുടെ ഓഫീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലോ വെച്ചിട്ടാണ്, അല്ലെ, ഒരു നിയമം വെച്ചിട്ടാണ്. ആ നിയമം യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു നിയമമാണ്. ആൻഡ് ഈ ലെജിസ്ലേച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഈക്വലി കോമ്പീറ്റന്റ് ആണ്. എത്രത്തോളം കഴിവുണ്ടതിന്, ചാൻസലറിന് അനാവശ്യമായിട്ട് റൈറ്റ്സ് കൊടുക്കണമെങ്കിൽ അത് കേർട്ടിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണറിനെ വേണമെങ്കിൽ അബോളിഷ് ചെയ്ത് കളയാം, ഗവർണർ വേണ്ട, ചാൻസലറായിട്ട് ഗവർണർ വേണ്ട എന്ന് വേണമെങ്കിൽ മാറ്റം വരുത്താനുള്ളൊരു കഴിവും ആർക്കുണ്ട്? ഈ പറയുന്ന ലോസിൽ, ഈ ഒരു സ്റ്റാറ്റ്യൂട്ട്, ആ നിയമത്തിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുഞ്ചി കേസ് വന്നപ്പോഴേക്കും, അങ്ങനെ പുഞ്ചി കമ്മീഷൻ വന്നപ്പോഴേക്കും ഇവിടെ ഇങ്ങനൊരു ചർച്ചാ വിഷയമായിരുന്നു ഗവർണറിൻ്റെ പ്രോബ്ലത്തെ പറ്റി, ഗവർണർ ചാൻസലർ ആയിട്ടുള്ള പ്രോബ്ലത്തെ പറ്റി ചർച്ചാ വിഷയമായിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിളിൽ. അപ്പോൾ അതൊന്ന് നോക്കണേ, പുഞ്ചി കമ്മീഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പം അവിടെയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ പറ്റി ഒരു കാര്യം വന്നു, റിവ്യൂ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇനി മുതൽ ഗവർണേഴ്സിനെ ചാൻസലേഴ്സായിട്ട് വെക്കേണ്ട, ആ റോളിൽ നിന്ന് അവരങ്ങ് ഒഴിവാക്കാം എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചായിരുന്നു.
അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സമയമായിട്ട്, ആ പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാര്യം കേരളത്തിലും പ്രശ്നം, വീണ്ടും പ്രശ്നം അല്ലേ. അതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവർണേഴ്സിന് ഒരു എക്സാജറേറ്റഡ് നോഷൻ ഉണ്ട്, ഒരു അതിപ്രസരമുണ്ട്, അവർക്കൊരു പ്രത്യേക ഒരു ചിന്തയുണ്ട് ഓഫ് ദെയർ ഓൺ റോൾസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെ റോളാണ് എനിക്കുള്ളതെന്ന് അറിയില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് കുറച്ച് റോളുകൾ അവരങ്ങ് തീരുമാനിക്കുക. ഇതാണ് എൻ്റെ റോള് അല്ലെ, ചാൻസലർ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ റോളുണ്ട് ആ റോളുണ്ട് എന്നൊക്കെ അവരങ്ങോട്ട് ഇമാജിൻ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ പ്രോബ്ലം. They are expected to defend the constitution and may use their powers to caution elected regimes against violating the constitution. But this does not mean that they can use the absence of a time frame for decision making and discretionary space given to them to function as a parallel power center. ശരിക്കും പറഞ്ഞാൽ ഈ ഗവർണേഴ്സിനെ ചാൻസലേഴ്സ് ആയിട്ട് ഇരുത്തുമ്പോൾ അവരെന്തിനു വേണ്ടി നമ്മൾ നിർത്തുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദേ ഹാവ് ടു സപ്പോർട്ട് ഇറ്റ്, ഫോർട്ടിഫൈ ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഡിഫെൻഡേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഗവർണേഴ്സ് നിൽക്കേണ്ടത്. അല്ലാതെ ഇവർ ഈ പവറിനെ അല്ലെ, അല്ലാതെ ഈ പവറിനെ മിസ്യൂസ് ചെയ്യരുത്. കാര്യം നമുക്ക് അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, പവറിനെ ഒന്ന് കോഷൻ ചെയ്യും. ഇലക്ടഡ് റെഷീംസിൽ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെതിരെ വയലേഷൻ നടക്കുകയാണെങ്കിൽ അവരെ കോഷൻ ചെയ്യാൻ, വാർണിംഗ് ചെയ്യാൻ, വേണ്ട മോനെ വേണ്ട, കോൺസ്റ്റിറ്റ്യൂഷനെതിരെ നീ കളിക്കേണ്ട എന്ന് പറഞ്ഞ് വാൺ ചെയ്യാൻ ഉള്ളൊരു കഴിവും കൂടി ഇവർക്കുണ്ട്. പക്ഷേ ഇതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് ടൈം ഫ്രെയിം ഫോർ ഡിസിഷൻ മേക്കിങ്ങിന്റെ ടൈം ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ടൊക്കെ തീരുമാനം എടുക്കുകയാണ് എന്നുള്ള രീതിയിലില്ല. ഒരു പവർ സ്ട്രക്ചർ ആയിട്ട് നിൽക്കാൻ, പാരലൽ പവർ സ്ട്രക്ചർ ആയിട്ട് ഇവർക്ക് നിൽക്കാനുള്ള കഴിവുണ്ടെന്നും എല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്താനല്ല കാര്യം. ദാറ്റ്സ് ഇറ്റ്. അനലിറ്റിക്കലായ ആർട്ടിക്കിളാണ്. അപ്പോൾ മിക്കവാറും ഇനി ഗവർണേഴ്സിനെ ആ ഒരു പ്രൊവിഷൻസിലോട്ട് വരും. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇത്രയും വരുന്ന കേന്ദ്രത്തിലോട്ടൊക്കെ ശ്രദ്ധ പോകുന്ന സ്ഥിതിക്ക് മിക്കവാറും ഗവർണേഴ്സിനെ ചാൻസലർ പൊസിഷനിൽ നിന്ന് മാറ്റാനുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണേ. നമുക്ക് നിർത്തിയാലോ? യെസ് പീപ്പിൾ ക്ലിയർ ആണോ? The resentment taste of bitter gourd makes me too. Resentment taste എന്ന് പറയില്ല കേട്ടോ, ബിറ്റർ ടേസ്റ്റ് എന്ന് പറയും. resentment taste പറയില്ല, അതിന്റെ യൂസേജേ മാറിപ്പോയി. ഓക്കെ, അവനെ എപ്പോഴാണ് വന്നത്? താമസിച്ചല്ലോ. I feel resented with the recent statement of governor that he will sack ministers of the state. Yes. Okay. His statement is anti-democratic. They have retained good habits. Great. Havamole, good morning. Kerala, Kannur University, le പിൻവാദ നിയമനം തുടർന്ന് അതാണ് വഴക്കുണ്ടായത്. സത്യം അതാണ് പ്രശ്നം. ഇതിനു മുമ്പ് വേറെ ഒരുപാടിടത്തും ഇതുപോലത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഐഡിയ കിട്ടാൻ നമ്മുടെ പുഞ്ചി കമ്മീഷൻ ഒന്ന് വായിച്ചു നോക്കണം. MM പുഞ്ചി കമ്മീഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം. സോ റിമെമ്പർ, ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. ഇതാ പിടിച്ചോ. ഇന്നലത്തെ ആർട്ടിക്കിൾ ഇതായിരുന്നു. പ്രൈസ് ആൻഡ് ഗ്രോത്ത് ട്രെൻഡ്സ് നീഡ് ടു ബി വാച്ച്ഡ് ക്ലോസ്ലി ബിഫോർ റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇതായിരുന്നു ഇന്നലത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞേ എന്താണ് ഇവിടുത്തെ എന്തായിരുന്നു ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു പിള്ളേരെ? ടെൽ മീ ദി എറർ. വേഗം പറയൂ, എറർ പറയൂ. പോരട്ടെ എറർ. പ്രൈസ് ആൻഡ് ഗ്രോത്ത് ട്രെൻഡ്സ്, രണ്ട് കാര്യത്തെ പറ്റി പറയും അല്ലെ. പ്രൈസും ഗ്രോത്ത് ട്രെൻഡും കൂടെ അല്ലെ. അത് നീഡ് ടു ബി വാച്ച്ഡ്. നീഡിൻ്റെ കൂടെ 2+V1 കറക്റ്റ് ആണ് അല്ലെ. നീഡ് മെയിൻ വേർബ് ആകുമ്പോൾ 2 ഒക്കെ വരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. എന്താണ്? ബിഫോർ റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ്. റൈസ് എന്ന് പറയുമ്പോൾ ഉയരുകയാണ്. അത് ട്രാൻസിറ്റീവ് വേർബ് അല്ല. അതിൻ്റെ കൂടെ ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് വരില്ല. അപ്പം എന്തിൻ്റെ കൂടെ ഒബ്ജക്റ്റ് വരിക? മാറിപ്പോകാത്ത 2 വേർബുകൾ പറയാം. റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ്. റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയരുക എന്നാണ്. ഇത് ഇൻട്രാൻസിറ്റീവാണ്, ഇതിന് ഒബ്ജക്റ്റ് വേണ്ട. പക്ഷെ റേസ് എന്ന വേർബിന് ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഓർക്കുക, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ റൈസിങ് അല്ല ഇവിടെ വേണ്ടത്, റേസിംഗ് ആണ് വേണ്ടത്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ റൈസ് ആൻഡ് റേസിന്റെ വ്യത്യാസം. ഓക്കെ, ട്രെൻഡ് പോരാ, ട്രെൻഡ്സ് വേണം. ട്രെൻഡ്സിന് തന്നെ പ്രശ്നം, ട്രെൻഡ് പ്ലൂരിൽ വരുന്നതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. അതല്ല പ്രശ്നം കേട്ടോ, അതല്ല. ഇത് ഓർത്താൽ മതി, റേസ് ആൻഡ് റൈസ്, അത് രണ്ടും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. In the past 3 decades, Himachal saw a bipolar electoral system with the Congress and the BJP alternately forming the government every 5 years. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ആൻസർ വളരെ സിമ്പിൾ ആണ്. നോക്കിയിട്ട് എനിക്ക് ആൻസർ തരാം. ഇതുപോലത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഒരെണ്ണം ചെയ്തായിരുന്നു. നോക്കിയിട്ട് ആൻസർ തരാൻ മറക്കണ്ട. അപ്പോൾ ടേക്ക് എ സ്ക്രീൻഷോട്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ ADA കേരള സെൻട്രൽ എക്സാംസ്, 2 ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അപ്ഡേറ്റഡ് ആയിരിക്കുക, കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം, സജഷൻസ് ഉണ്ടെങ്കിൽ ഇടാം, ആൻസർ ഇടാൻ മറക്കണ്ട. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി 10:15 ഞാൻ ലൈവിൽ വരുന്നുണ്ട്. SSCയുടെ
സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട്. അപ്പോൾ വൈകിട്ട് കാണാം കേട്ടോ, രാത്രി 10:15. അപ്പോൾ താങ്ക് യു സോ മച്ച് പീപ്പിൾ. ടേക്ക് കെയർ. ഹാവ് എ വണ്ടർഫുൾ ഡേ.